ഇതാണ് നമ്മുടെ വീട്. ഇത് എങ്ങനെയുണ്ട്? നല്ല വീടല്ലേ? അടിപൊളിയായിട്ടുണ്ട്. എഴുത്തരൂല വേണ്ട. എങ്ങനുണ്ട്? ചേച്ചിയുടെ പഴയ കഥയിലെ നായകൻ പൊടിമീശക്കാരൻ. ശരിക്കോ? സെറ്റ് ചെയ്തല്ലേ? 1000 രൂപ എടുത്ത് ഏഞ്ചൽ നാടക കമ്പനിയിൽ ബുക്ക് ചെയ്ത്. ഡയലോഗൊക്കെ പറയായിരിക്കുമല്ലോ അല്ലേ? ഡയലോഗ് സൂപ്പറായിട്ട് പറയും. ഒരു ഡയലോഗ് പറഞ്ഞേ. വേണ്ട ആ സമയത്ത് പറഞ്ഞാൽ മതി. അപ്പൊ പറഞ്ഞാൽ മതി. ആ ഒരു എക്സ്പ്രഷൻ ചേർത്ത് കിട്ടാനേ. ശരി പൊക്കോ പൊക്കോന്ന്. ബാക്കി ഞാൻ അളിയനെ വിളിച്ച് ഡീൽ ചെയ്തോളാം. കേശേ, അളിയനെ ഒരുപാട് അങ്ങോട്ട് വിഷമിപ്പിക്കരുത് കേട്ടോ, പാവ. ഈടാ എപ്പോ ചോദിച്ചാലും പൊസസീവ്നെസ് ഇല്ല എന്നിട്ട് ഞങ്ങൾക്ക് തന്നെ പോസിറ്റീവായി തുടങ്ങി. അളിയൻ കുറച്ച് പോസിറ്റീവ് ആവട്ടെ, അത് കണ്ടിട്ട് ഞങ്ങൾ നിർത്തത്തുള്ളൂ. അല്ലടാ, അത്രേ ഉള്ളൂ. അത് കണ്ട് നിർത്തിയാൽ മതി കേട്ടാ. ഞാൻ പറഞ്ഞോളൂ ചെയ്താൽ പൊക്കോ. ഓക്കെ, എന്നെ ക്യാരക്ടറിനെ കയറ്റിയതാ. അതാണ് കേട്ടോ ലച്ചു. ആ പോയതാണ് ലച്ചു ലക്ഷ്മി ആണല്ലേ? സെറ്റല്ലേ? സെറ്റ്. അളയോ അളയോ അളയും വന്നേ. ഇങ്ങ് വാ. സൂക്ഷിച്ചു നോക്കി. മനസ്സിലായില്ല? ഒന്ന് ഓർത്ത് നോക്കിയേ. ഓർമ്മ കിട്ടൂല. അതിന് അളയിന് പരിചയമില്ലല്ലോ. ഒട്ടും മനസ്സിലായില്ലല്ലോ. ലച്ചു ചേച്ചിയുടെ പഴയ കഥയിലെ നായകൻ, ആ പൊടിമീശക്കാരൻ. ചേച്ചിക്ക് വേണ്ടി ഇപ്പോഴും മീശ പഠിച്ചിട്ടില്ല. വഴി വെച്ച് കണ്ടപ്പോൾ വിളിച്ചോണ്ട് വന്നതാ. ലച്ചേച്ചേ ഇങ്ങ് വാ. ചേച്ചി മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? കേശു, ഇതാരാടാ? ഇത് ഒരു മാറ്റവും ഇല്ല. ആ പഴയ പാവാടക്കാര് തന്നെ. സ്കൂൾ വഴിയിൽ കാത്തു നിന്ന ആ പഴയ കാലം ഇപ്പോഴും ഓർക്കുന്നുണ്ടായിരിക്കും. എന്താണ് ഇത് നാടകം? അതിന്റെ ഇത്രയൊക്കെ കിട്ടുള്ളൂ. റിയലിസ്റ്റിക് ആയിട്ട് ഡയലോഗ് പറയാൻ പറ്റുമോ? 500 കൂടെ തരുമോ? അളിയോ പെട്ടെന്നേ പുള്ളിക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വന്ന് അങ്ങനെ പറഞ്ഞതാ. കേശു ഇപ്പോഴും പറഞ്ഞില്ല ഇതാരാണെന്ന്. പറഞ്ഞില്ലല്ലേ ചേച്ചി? ആളെ മനസ്സിലായ? ചേച്ചിയുടെ പണ്ടത്തെ കഥയിലെ പൊടിമീശക്കാരൻ നായകൻ. ഓ മൈ ഗോഡ്, സഞ്ജണ്ണന് ആളെ മനസ്സിലായോ? പിന്നെ കണ്ണുകളിലുണ്ടല്ലോ പഴയ കുട്ടിത്വം. ഏത് ഈ കണ്ടില്ല? നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യുന്നു? ഡയറക്ടറാണ്, സംവിധായകൻ. സീരിയലാ? TV സീരിയൽ. പണ്ട് നാടകമായിരുന്നു, ഇപ്പൊ സീരിയൽ. ഇല്ലെങ്കിൽ ടാലിയാവൂല. ഏത് സീരിയലാ സംവിധാനം ചെയ്യുന്നത്? മഞ്ചാടി വീണ വഴികൾ. അതെ, മഞ്ചാടി വീണ വഴികൾ ഭയങ്കര ഫേമസ് സീരിയലാ. കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഞാനൊന്നും കാണാറില്ല. അല്ലെങ്കിൽ നിങ്ങളെ പോലെ ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ളൊന്നും അല്ലത്. ലച്ചു കണ്ടിട്ടുണ്ടാവൂലേ? ഇല്ല, ഫോണില് സമയം കിട്ടുമ്പോഴൊക്കെ. അതാണ്, നല്ല റേറ്റിംഗാ. പിന്നെ ഇദ്ദേഹം ആരാണ്? ഇദ്ദേഹമാണ് ലച്ചേച്ചിയുടെ ഭർത്താവ്. ഐ എം സഞ്ജു. തിരിച്ചാ 50 കൂട്ടി തരാം. ലച്ചു ചേച്ചി ബാല്യകാല സുഹൃത്തിന് വെള്ളം വല്ലതും കൊണ്ടേ കൂടെ. സ്ക്വാഷ് എടുക്കട്ടെ? തണുത്തത്.
കേറ്. അളിയാ എന്തില്ലേ കോശേ സ്ക്രാച്ച് ഞാനാ ഏ നോ ഐ ആം നോട്ട് പൊസസീവ്. മനസ്സിലായി എപ്പോഴും വെച്ച് മാത്രം പൊസസീവ് ആവാതെ കണ്ടാൽ മതിയോ? നമുക്ക് കുറച്ച് അളിയനും കൂടെ പൊസസീവ് ആവണമെന്ന് കാണണ്ടേ? കാണിക്കാൻ ഞാൻ കാണിക്കാം. ഞാനിന്ന് അകത്തോട്ട് ഇല്ലട്ടെ. ഞാനും വരുന്നു. പറഞ്ഞ പറ. ലച്ചു ജോലിക്കൊന്നും പോകുന്നില്ലേ? ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു, പിന്നെ കുട്ടിയൊക്കെ ആയതിനു ശേഷം ഒരു ബ്രേക്ക് എടുക്കാന്ന് ഓ വിചാരിച്ചു. ലച്ചുവിന് സീരിയലിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? സീരിയല്ല അങ്ങനെ ചോദിച്ചാ താല്പര്യമില്ല. അത് ലച്ചു അല്ലേ തീരുമാനിക്കണ്ടേ? അതെന്താന്നറിയോ, ഞങ്ങൾ അടുത്ത മന്ത് ദുബായിക്ക് ഒരുമിച്ചാ തിരിച്ചു പോകുന്നത്. ബുദ്ധിമുട്ടാകും അല്ലാണ്ടേ. ശരി അല്ലേ? അതെ അതെ ലച്ചു ചേച്ചി പണ്ട് ലച്ചു ചേച്ചിയുടെ പുറകെ സഞ്ജു ചേട്ടൻ നടന്ന കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത്. അതൊക്കെ കുഞ്ഞിലുള്ള കാര്യങ്ങളല്ലേ, മധുരിക്കുന്ന ഓർമ്മകൾ. അതൊക്കെ ഒരു പേമാരിയായിട്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പെയ്യാറുണ്ട്. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ. അതൊക്കെ നമുക്ക് പിന്നെ കൊണ്ടുവരാം. എന്നാലും മോശമായി പോയേട്ടോ അന്നത്തെ ആ പഴയ ഇഷ്ടം. പാവം ഞങ്ങളുടെ ചേച്ചിയോട് പറയാണ്ട് പോയത്. എനിക്ക് അന്ന് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ എങ്ങാനും ലച്ചു ഒരു നോ പറഞ്ഞാലേ അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. നന്നായി എന്ന് പറയായിരുന്നത്. ആഹാ ഇവരാ ലച്ചോട് പഴയ ഫ്രണ്ട്. ഞാനാണ് ആ പഴയ ബാല്യകാല സുഹൃത്ത്. அப்படியா? உங்க பேர் என்ன? സഞ്ജു. സഞ്ജു സാംസണാ? അതല്ല, ഇത് വേറെ സഞ്ജു. അതെ ഞാൻ നിனைச்ச സഞ്ജു സാംസൺ. വേണ്ട, അത്ര വേണ്ട ആന്റി. ചേച്ചി പഴയ ഏതെങ്കിലും ഓർമ്മയൊക്കെ ഓർത്തെടുത്ത് പറ. എനിക്കൊരു തേങ്ങയും ഓർമ്മ വരുന്നില്ല. എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയാണെങ്കിലും പറ അങ്ങോട്ട്. ആ ആന്റി, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ ഈ സഞ്ജു ഉണ്ടല്ലോ എന്റെ പുറകെ കൊറേ നടന്നിട്ടുണ്ട്. ഞാൻ ട്യൂഷന് പോയ അവിടെ, സ്കൂളിൽ പോയ അവിടെ, പാട്ട് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ. അതെ ലച്ചുവിന്റെ പുറകെ നടന്ന് എന്റെ എത്ര ചെരുപ്പ് തേഞ്ഞു പോയിട്ടെന്നറിയോ? പേടിക്കണ്ട, ആ ചെരുപ്പൊക്കെ അളയും മേടിച്ചേരി. ആണോ? ഞാൻ മേടിച്ചു തരാട്ടോ. അല്ല പക്ഷെ കാലിന്റെ സൈസ് മാറിപ്പോയി കാണത്തില്ലേ? എന്നാലും ഞാൻ മേടിച്ചു തരാം. കുട്ടി എനിക്ക് ഒരു കോള് വരുന്നു, ഞാൻ ഇപ്പൊ വരാട്ടോ. ശരി. സെറ്റ് സാറേ. ഓക്കേണോ? ജനിച്ച് മധുരിക്ക് ഓർമ്മകളെ പൊളിച്ചു. പക്ഷേ കവിത 2-3 കൂടെ പാടണം. അടുത്തേ പിടിക്കാൻ കുഴപ്പമില്ല. എന്റെ സ്റ്റോക്ക് ഉണ്ട്. അത് മതി. ഞെട്ടിക്കണം, കുറച്ച് നാച്ചുറൽ ആവാൻ കേട്ടോ. കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് കൈകാര്യം ചെയ്താൽ നന്നായിരിക്കും കേട്ടോ. ശ്രമിക്കാം. അവന് വിഷമമായടാ. അങ്ങോട്ട് ഞാൻ തരും അങ്ങോട്ട്. நீங்க என்ன பேசிட்டு இருக்கீங்க? അത് ബാല്യകാല സ്മരണ. അതെ ബാല്യകാല സ്മരണയാ?